എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് അങ്ങനെ ഇപ്പോ ഉണ്ടാക്കിയ ഭക്ഷണം കൊള്ളില്ലാന്ന് ചുമ്മാ ഒരു ആരോപണമൊക്കെ നടത്തി ജിയങ്ങിനെ കൊല്ലാനായി റോയൽ സെക്രട്ടറിയും ആളുടെ മകനായ സോങ്ങും തീരുമാനിച്ച ആ സമയം കറക്റ്റ് അങ്ങോട്ടേക്ക് നമ്മുടെ ഹിയോൺ എത്തുന്നുണ്ട്. അവൻ അത് തടയുന്ന ടൈം അപ്പോ മാത്രാണ് ജിയങ് ഇത് മുന്നേ അവൾ കണ്ട ഹിയോൺ അല്ല, അപ്പൊ ഇവൻ ശരിക്കും ഒരു രാജാവായിരുന്നു എന്ന ഒരു കാര്യം റിയലൈസ് ചെയ്യുന്നത്. എന്തായാലും അങ്ങനെ അവനാകട്ടെ അവളോട് പ്രതികാരം വീട്ടാനായി അവളെ അന്വേഷിച്ച് നടക്കായിരുന്നല്ലോ. ഇപ്പൊ കണ്ടെത്തിയ സന്തോഷത്തിൽ അങ്ങനെ അവൾക്കുള്ള ഒരു ശിക്ഷ തീരുമാനിക്കും മുന്നേ അവൾ ഇപ്പൊ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഭക്ഷണം കഴിക്കാമെന്ന് തീരുമാനിക്കുന്നു. അങ്ങനെ അത് കഴിക്കുന്ന ടീം ഓൾറെഡി അവൾ ഉണ്ടാക്കി കൊടുത്ത ഭക്ഷണം കഴിച്ച അതേ ഒരു സംതൃപ്തി വീണ്ടും അവന് കിട്ടുന്നുണ്ട്. ഇതുവരെ ഇത്രയും സ്വാദിഷ്ടമായ ഭക്ഷണം മറ്റെവിടെ നിന്നും മറ്റാരും ഉണ്ടാക്കി ഒന്നും കഴിച്ചിട്ടില്ലാത്തതുകൊണ്ട് തന്നെ അവനത് ഭയങ്കരമായി തന്നെ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് തന്നെ അവളോട്, ആരാ നീ? ഞാൻ നിന്നെ ഇതിനു മുന്നേ കണ്ടിട്ടില്ലല്ലോ, എങ്ങനെയാ നീ ഇത്രയും മനോഹരമായി ഭക്ഷണം ഉണ്ടാക്കുന്നത് എന്നിങ്ങനെ കുറെ കാര്യങ്ങൾ അവളെ പറ്റി അറിയാനായി ചോദിക്കുമ്പോഴേക്കും അവൾക്കൊരു വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ട് കാര്യങ്ങൾ തുറന്നു പറയാനേ. കാരണം ഫ്യൂച്ചറിൽ നിന്ന് ടൈം ട്രാവൽ ചെയ്ത് അതും 100 വർഷങ്ങൾ ഇങ്ങനെ ടൈം ട്രാവൽ ചെയ്ത് ഈ ഒരു കാലഘട്ടത്തിൽ വന്ന ഒരാളാണ് അവളെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ സാധ്യതയില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് അവൾ ഒന്ന് മടിക്കുന്നുണ്ട്. പക്ഷെ അവൻ വീണ്ടും വീണ്ടും ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വിശ്വസിക്കാൻ സാധ്യതയില്ലെന്ന് അവൾ ഒരു ആമുഖം പറയുമ്പോഴേക്കും പറഞ്ഞോളാനേ അവൻ പറയുന്ന ടീം ഞാൻ ഇതുപോലെ ഫ്യൂച്ചറിൽ നിന്ന് ടൈം ട്രാവൽ ചെയ്ത് വന്നതാണെന്നെല്ലാം അവൾ പറയുമ്പോൾ ഇത്രേ ഉള്ളോ ഞാൻ വിശ്വസിച്ചു എന്ന് അവൻ പറയുന്ന ടീം അവൾക്ക് ആശ്വാസം ആവുന്നുണ്ടെങ്കിലും നിനക്ക് വട്ടാണെന്ന് ഞാൻ വിശ്വസിച്ചു എന്ന് അവൻ ഉടനെ അവളെ കളിയാക്കുന്നുണ്ട്. അല്ല പിന്നെ ഇങ്ങനെ ഫ്യൂച്ചറിൽ നിന്നൊക്കെ ടൈം ട്രാവൽ ചെയ്ത് വന്നു എന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കാനാ? എന്തായാലും നീ എന്നെ അപ്പൊ അത്രയും ദ്രോഹിച്ചിട്ടും ഇപ്പോഴും ഞാൻ നിന്നെ കൊല്ലാതെ വെച്ചിരിക്കുന്നത് നീ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ രുചി ഒന്നുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും നിന്നെ ഒന്നും ചെയ്യുന്നില്ല, എനിക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി തരിക എന്നതാണ് ഇനി മുതൽ നിന്റെ ജോലി. മര്യാദയ്ക്ക് അത് ചെയ്തോളാനേ പറഞ്ഞു അവളോട് മാറിയിരിക്കാനായി ഹിയോൺ പറയുമ്പോൾ അവൾ പറഞ്ഞതൊന്നും അവൻ വിശ്വസിച്ചില്ലെങ്കിലും തൽക്കാലം ജീവൻ തിരിച്ചു കിട്ടിയല്ലോ എന്നൊരു ആശ്വാസം അവൾക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ അവൾ ആ മുറിയിൽ ഇങ്ങനെ ഇരിക്കുന്ന ടീം അവിടെ ആ ഗവർണറും റോയൽ സെക്രട്ടറിയും ആളുടെ മകനായ സോങ്ങും അങ്ങനെ മറ്റുള്ളവരൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും അവളെ കൊല്ലാനായി പ്ലാൻ ഇട്ടിരുന്ന സോങ്ങിനൊക്കെ അത് ഭയങ്കര ഇഷ്ടക്കേടായി മാറിയിട്ടുണ്ട്. ഒരുമാതിരി അവളെ തുറച്ചു നോക്കിയിരിക്കുകയാണ്. പക്ഷെ പെട്ടെന്ന് അവർക്ക് ഹിയോണിനോട് എതിർത്തൊന്നും പറയാനും പറ്റുന്നില്ല. എന്തായാലും അങ്ങനെ ഹിയോൺ അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കാണ്. ജിയങ്ങിനെയും അവളുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റു പെൺകുട്ടിയെയും കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകണം. പിന്നെ ഗവർണറിന്റെ മകളെയും പിടിച്ചു വെച്ചിട്ടില്ലേ, അവളെയും കൂടി കൊട്ടാരത്തിലേക്ക് തന്നെ കൊണ്ടുപോകണം. അവളുടെ കാര്യത്തിൽ ഞാൻ തീരുമാനം എടുക്കാന്ന് ഹിയോൺ പറയുമ്പോ ഹിയോണിന് കുഞ്ഞുങ്ങൾ ഉണ്ടാവാനായി കണ്ടുപിടിച്ച് കൊണ്ടുവരുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഒരാളായി ഗവർണറിന്റെ മകളെ കൂട്ടാമെന്നാണോ ഹിയോൺ ഉദ്ദേശിക്കുന്നത് എന്നറിയില്ല. എന്തായാലും കൊട്ടാരത്തിലേക്ക് തന്നെ ആ പെൺകുട്ടിയെ കൊണ്ടുപോകാനായി തന്നെ തീരുമാനിക്കുന്നു. ഗവർണർക്ക് ആകെ സങ്കടാവുന്നുണ്ട്. എന്ത് നടക്കരുതെന്ന് ആഗ്രഹിച്ചാണോ മകളെ നാട് കടത്താനായി ഗവർണർ ശ്രമിച്ചത് അത് തന്നെ ഇപ്പൊ ഇവിടെ നടക്കാണ്. അങ്ങനെ എല്ലാവർക്കും നിർദ്ദേശങ്ങൾ കൊടുത്തു കഴിയുമ്പോൾ എല്ലാവരും അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ ഹിയോൺ ഒറ്റയ്ക്കിരിക്കുന്ന ടീം ഗവർണറിന്റെ അച്ഛൻ ഹിയോണിന്റെ അടുത്തെത്തി ആളുടെ പേരക്കുട്ടിക്ക് വേണ്ടി സംസാരിക്കുന്നുണ്ട്. അതായത് ഗവർണറിന്റെ മകളെയും കൂടി കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകാനായി ഹിയോൺ തീരുമാനിച്ചല്ലോ. അപ്പോൾ അതിനെപ്പറ്റി സംസാരിക്കുന്ന അദ്ദേഹം, എന്റെ മകൾ ഒരിക്കലും നിങ്ങളുടെ കുഞ്ഞിനെ പ്രസവിച്ച് ജീവിക്കേണ്ട ഒരു പെൺകുട്ടിയല്ല, നിങ്ങൾ നല്ലൊരു രാജാവല്ല, നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ അച്ഛനെ പോലെ ആയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് പല കാര്യങ്ങൾ ഹിയോണിനെ കുത്തി ഹിയോണിന്റെ അച്ഛനെ താരതമ്യം ചെയ്ത് സംസാരിക്കുമ്പോൾ ഹിയോണിന് ദേഷ്യം വരുന്നുണ്ട്. വാളെടുത്ത് ഓങ്ങുന്ന ഹിയോൺ ആകട്ടെ, എന്റെ അച്ഛൻ ഒരിക്കലും ഒരു നല്ല അച്ഛനോ ഭരണാധികാരിയോ ആയിരുന്നില്ല, എന്റെ അമ്മയെ എത്രത്തോളം ആള് ദ്രോഹിച്ചിട്ടുണ്ട്, നിങ്ങളൊക്കെ അതിന് സാക്ഷികളല്ലേ, എന്റെ അമ്മ മരിക്കാൻ കാരണം നിങ്ങൾ എല്ലാവരും കൂടിയാണെന്ന് പറഞ്ഞ് ഹിയോണിന്റെ അച്ഛൻ ഭരിച്ചിരുന്ന സമയത്ത് ഇവരൊക്കെ ഒരു രാജഭരണത്തിന്റെ ഭാഗമായിരുന്നവരാണല്ലോ. അതുകൊണ്ട് തന്നെ ഇവരോടൊക്കെ ഭയങ്കര ദേഷ്യത്തിൽ ഹിയോൺ സംസാരിക്കുന്നു. നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാൾ നമ്മുടെ കൺമുന്നിൽ വെച്ച് വളരെയേറെ സങ്കടപ്പെടുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ലല്ലോ എന്ന ഒരു സങ്കടം നമ്മളെ എത്രത്തോളം വേദനിപ്പിക്കും എന്നറിയാവോ? ഇപ്പൊ അത് അനുഭവിക്കുന്നുണ്ടോ? എങ്കിൽ ഇതേ സങ്കടമാണ് ഞാനും വർഷങ്ങൾക്ക് മുന്നേ എന്റെ അമ്മയുടെ അവസ്ഥയെ പറ്റി ഓർത്ത് അനുഭവിച്ചുകൊണ്ടിരുന്നത്. എന്തായാലും തന്നോട് എതിർത്ത് സംസാരിച്ച ഇയാളെയും വെറുതെ വിടാനായി ഹിയോൺ തീരുമാനിച്ചിരുന്നില്ല. ഗാർഡ്സിനോട് ഇയാളെ പിടിച്ച് നാട് കടത്താനായി തന്നെ ഹിയോൺ ഉത്തരവിടുന്നു. ആക്ച്വലി ഇപ്പൊ ഇവിടെ നടന്ന സംസാരം കേൾക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. ഹിയോൺ മനഃപൂർവ്വം തന്നെയാണ് അവിടെയുള്ള പെൺകുട്ടികളെ ഇതുപോലെ പിടിച്ചുകൊണ്ട് പോയി രാജാവിന്റെ സന്തതികളെ പ്രസവിക്കാൻ എന്ന രീതിയിൽ കൂട്ടിക്കൊണ്ടു പോകുന്നതെന്ന്. അതെല്ലാം തന്നെ തന്റെ അമ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട ഹിയോണിന്റെ പ്രതികാരത്തിന്റെ ചില കാര്യങ്ങളാണ്. ഹിയോൺ പക്ഷെ എന്തിനാണ് ഇതിങ്ങനെ ചെയ്യുന്നത്, എന്താണ് ആക്ച്വലി ഹിയോണിന്റെ അമ്മയ്ക്ക് സംഭവിച്ചത് എന്നറിയില്ല. പക്ഷെ ഹിയോണിന്റെ അമ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട് പങ്കുണ്ടെന്ന് ഹിയോണിന് മനസ്സിലായിരിക്കുന്ന അവരുടെ ഒക്കെ ഫാമിലിയെ അഫക്ട് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഹിയോൺ മനഃപൂർവ്വം ഈ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുന്നത്. അങ്ങനെ പിന്നീട് നമ്മൾ ജിയങ്ങിനെയും ഗിൽഗുനെയും കാണുമ്പോഴേക്കും അവരെപ്പോഴും കെട്ടിയിട്ടിരിക്കുകയാണ്. ഗിൽഗു ജിയങ്ങിനോട് ചോദിക്കുന്നുണ്ട്, നീ ഉണ്ടാക്കിയത് അത്രയും മോശമാണോ, ഇവര് നമ്മൾ എന്തിനും ഇങ്ങനെ പിടിച്ച് അതിന് കെട്ടിയിട്ടിരിക്കുന്നതെന്ന്. ആ ടീം ജിയങ് ഉള്ള കാര്യം പറഞ്ഞു കൊടുക്കുന്നു. ആക്ച്വലി ഞാൻ ഉണ്ടാക്കിയത് വളരെ നല്ലതാണ്, അത് തന്നെയാണ് ഇവിടെ പ്രശ്നവും. പ്ലേറ്റ് നക്കി തുടച്ച് തിന്നിട്ട് ആളിപ്പോ ഉത്തരവിട്ടിരിക്കുന്നത് ഇനി ഞാൻ ഫുഡ് കുക്ക് ചെയ്ത് കൊടുക്കണം എന്നതാണ്. ഫുഡിന് രുചി കൂടിയാലും ഇങ്ങനെ പ്രശ്നം ഉണ്ടെന്നും പറഞ്ഞ് അവൾ ആകെ നെടുവീർപ്പെടുന്നുണ്ട്. അയ്യോ നമ്മൾ എങ്ങനെ ഇവിടെ നിന്ന് രക്ഷപ്പെടുമെന്ന് ഗിൽഗു ആകെ ടെൻഷൻ ആവുമ്പോ ആക്ച്വലി ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മാത്രം പോരല്ലോ, ഈ ഒരു എൻറ്റയർ കാലഘട്ടത്തിൽ നിന്ന് തന്നെ രക്ഷപ്പെട്ട് തന്റെ കാലഘട്ടത്തിലേക്ക് തന്നെ തിരിച്ചു പോകണ്ടേ നമ്മുടെ ജിയങ്ങിന്. അവൾക്ക് അത് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. അവൾ അതിരുന്ന് പുലമ്പുമ്പോ എന്താണ് അവൾ പറയുന്നത്, അവൾക്ക് എവിടേക്കാണ് മടങ്ങി പോവേണ്ടത്, അവൾ എവിടെ നിന്നാ വന്നതെന്നൊക്കെ ഒരു ഡൗട്ടോട് കൂടി ഗിൽഗു ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞാലും നീ വിശ്വസിക്കില്ല. ആക്ച്വലി ഞാൻ ഈ കാലഘട്ടത്തിലെ ഒരാളെയല്ല, ഞാൻ
1,500 വർഷങ്ങൾ ഫ്യൂച്ചറിൽ നിന്ന് ടൈം ട്രാവൽ ചെയ്ത് പിറകോട്ട് ഇപ്പൊ വന്ന് നിൽക്കുകയാണെന്ന് അവൾ പറയുമ്പോൾ ടൈം ട്രാവലോ ഫ്യൂച്ചറോ അതെന്താണെന്നൊക്കെ ഒന്നും മനസ്സിലാവാതെ ഗിൽഗു ചോദിക്കുമ്പോൾ അവൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട്. ജിയങ് എങ്ങനെ അവൾ വന്നു എന്നറിയില്ലെങ്കിലും ഈ ഒരു കാലഘട്ടമൊക്കെ കഴിഞ്ഞ് കുറെ വർഷങ്ങൾ കഴിഞ്ഞ് പല തലമുറകൾ കഴിഞ്ഞ് അങ്ങനെ ഉണ്ടായ ഒരു തലമുറയിലെ ഒരു പെൺകുട്ടിയാണ് താനെന്നും എങ്ങനെയോ ഈ ഒരു കാലഘട്ടത്തിലേക്ക് താൻ ഇപ്പോൾ വന്നു പെട്ടിരിക്കുന്നു എന്നെല്ലാം അവൾ പറയുമ്പോൾ അത് താൻ വിശ്വസിക്കുന്നു എന്ന് ഗിൽഗു പറയുന്നു. നീ ഇത് വിശ്വസിക്കുന്നോ? ഇത് കേട്ടാ ആരും വിശ്വസിക്കില്ല. ഈവൻ നിന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ പോലും ഞാനിത് വിശ്വസിക്കില്ല. എന്നിട്ടും നീ എങ്ങനെ എന്നെ ഇപ്പൊ വിശ്വസിച്ചു എന്ന് ഒന്നും മനസ്സിലാവാതെ ജിയങ് ചോദിക്കുമ്പോ അത് പിന്നെ നിങ്ങൾ ചെയ്യുന്ന ഈ ഒരു കുക്കിങ്ങിന്റെ ടെക്നിക്സ് ഒക്കെ ഇല്ലേ അതൊക്കെ ആരും ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ മൊത്തത്തിൽ ജിയങ്ങിന്റെ പെരുമാറ്റം തന്നെ വളരെ വ്യത്യസ്തമായിട്ടുണ്ട്. ഇവിടെ ഇപ്പൊ താമസിക്കുന്ന ആരും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല എന്നും അവൾ കൂട്ടിച്ചേർക്കുന്നു. അല്ല എങ്ങനെയായി ഈ ഒരു കാലഘട്ടത്തിലേക്ക് വന്നു പെട്ടത് അതെന്തേലും അറിയാവോ എന്ന് ഗിൽഗു ചോദിക്കുമ്പോ എങ്ങനെ പറയാനാ, ഞാനപ്പോ ആ സമയത്ത് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യായിരുന്നു. അപ്പൊ എന്റെ കയ്യില് അച്ഛൻ പ്രത്യേകം എടുക്കാനായി പറഞ്ഞ ഒരു ബുക്ക് ഉണ്ടായിരുന്നു, പഴയ കാലഘട്ടത്തിലെ ഒരു റെസിപ്പി ബുക്ക്. ആ ബുക്കില് കുറച്ച് കാപ്പി വീണപ്പോ ഞാനത് ക്ലീൻ ചെയ്തോണ്ട് നിൽക്കായിരുന്നു. ആ സമയത്താണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് പറഞ്ഞ അവൾ ഇങ്ങനെ അത് പറയുമ്പോഴേക്കും ആ നടന്ന കാര്യങ്ങളൊക്കെ തന്നെ ജിയങ്ങിന്റെ മനസ്സിൽ മിന്നി മറയുന്നുണ്ട്. അപ്പോഴാണ് അവൾക്ക് ആ ബുക്ക്, അതെ ആ ഒരു ബുക്ക് കാരണമാണ് താൻ ടൈം ട്രാവൽ ചെയ്ത് ആ ബുക്കിലെ റെസിപ്പീസ് ഉള്ള അതേ കാലഘട്ടത്തിലേക്ക് വന്നു പെട്ടതെന്ന് അവൾക്ക് തോന്നുന്നുണ്ട്. ഒരു പക്ഷെ ആ ബുക്ക് ഉണ്ടെങ്കിൽ തിരിച്ചു തനിക്ക് പോകാൻ സാധിക്കുമെന്നും അപ്പൊ മനസ്സിലേക്ക് ഒരു ഐഡിയ വരുന്ന ജിയങ് ആ ബുക്കിനി എവിടെ പോയി കണ്ടുപിടിക്കും? ആ ബുക്ക് എനിക്ക് എവിടെ ആയിരിക്കും മിസ്സായിരിക്കാം? ഞാൻ ഇവിടെ വന്ന ടീം ഈ ഹിയോണുമായിട്ട് എനിക്ക് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നല്ലോ, ആ ഫൈറ്റിന്റെ ഇടയിൽ അതെന്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയിട്ടുണ്ടാവും, എവിടെയായിരിക്കും ഇത് പോയിട്ടുണ്ടാവും എന്നൊക്കെ അവളിങ്ങനെ തല പുകച്ച് ആലോചിക്കുന്നു. അങ്ങനെ ആലോചിക്കുന്ന സമയത്താണ് ആ ബുക്ക് അടങ്ങുന്ന തന്റെ ബാഗ് മിസ്സിംഗ് ആണല്ലോ, ആ ബാഗ് ഇതുവരെ കിട്ടിയില്ലല്ലോ. ആ ബാഗ് ഹിയോണുമായി നടന്ന ഫൈറ്റിന്റെ ഇടയിൽ ഹിയോൺ അമ്പെയ്ത് തെറിപ്പിച്ച് താഴേക്ക് കളഞ്ഞില്ലേ മലമുകളിൽ നിന്ന് എന്ന കാര്യങ്ങളൊക്കെ തന്നെ ജിയങ് ഓർക്കുന്നത്. എങ്ങനെയും ആ ബുക്ക് കണ്ടെത്തി ഇവിടെ നിന്ന് പോകണം എന്നതാണ് ഇനി അവളുടെ ലക്ഷ്യം. എന്തായാലും അതിന് ആദ്യം ഈ ഒരു സ്ഥലത്ത് നിന്ന് എസ്കേപ്പ് ആകണമല്ലോ. എങ്ങനെ എസ്കേപ്പ് ആകുമെന്ന് നമുക്ക് കണ്ടറിയാം. ഇവിടെ ഇങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും ഹിയോൺ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു സ്ഥലത്തേക്ക് സോങ് എത്തുന്നുണ്ട്. അവർ കണ്ടുമുട്ടുമ്പോഴേ ചെറിയ രീതിയിൽ ഒരു തമാശയ്ക്ക് കയ്യിലുണ്ടായിരുന്ന വിഷറി വെച്ച് ഒരു ഫൈറ്റ് ഒക്കെ നടത്തുന്നു. ആക്ച്വലി ഇവർ കളിക്കൂട്ടുകാരാണല്ലോ, കുട്ടിക്കാലം മുതലുള്ള ഇവരുടെ ശീലാണത്. അങ്ങനെ ആ ഒരു ചെറിയ ഫ്രണ്ട്ലി ഫൈറ്റിന് ശേഷം ക്ഷീണിച്ചിരിക്കുന്ന സമയം എന്തിനാ പെൺകുട്ടികളെല്ലാം പറഞ്ഞു വിട്ടത്? രാജാവിന്റെ സന്താനങ്ങളെ പ്രസവിക്കാനായി കഷ്ടപ്പെട്ട് കണ്ടെത്തി കൊണ്ടുവന്നതല്ലേ അവരെന്ന് സോങ് ചോദിക്കുമ്പോഴാണ് ഇവർ കണ്ടുപിടിച്ചു കൊണ്ടുവന്ന പെൺകുട്ടികളൊക്കെ തന്നെ വേണ്ടാന്ന് പറഞ്ഞ് ഹിയോൺ പറഞ്ഞു വിട്ടിരുന്നു എന്നും ആകെപ്പാട് ആ ഗവർണറിന്റെ മകളെ മാത്രമാണ് ഹിയോൺ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകാനായി ഈ ഒരു കാര്യത്തിന് വേണ്ടി പ്ലാൻ ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിനെപ്പറ്റി ഇപ്പൊ സോങ് ചോദിക്കുമ്പോൾ എനിക്ക് ഇനി മറ്റൊരു ആവശ്യവും ആഗ്രഹവും ഒന്നുമില്ല. എന്റെ അമ്മയുടെ മരണത്തിന്റെ കാരണക്കാരായവരോട് എനിക്ക് പകരം വീട്ടണം, അത് മാത്രമാണ് എന്റെ ലക്ഷ്യം. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഇനി ഓരോ കാര്യങ്ങൾ ചെയ്യുമെന്നും ഹിയോൺ പറയുന്നു. ഇവിടെ ഇങ്ങനെ ഇവർ സംസാരിച്ചിരിക്കുന്ന ഈ ഒരു സമയത്ത് ആരും കാണാതെ ഗവർണർ ആകട്ടെ ജിയങ്ങിനെയും ഗിൽഗുനെയും ലോക്ക് ചെയ്തിട്ടിരിക്കുന്ന സ്ഥലത്തേക്ക് ചെന്നവരെ റിലീസ് ചെയ്യുന്നു. ജിയങ് വളരെ അത്ഭുതത്തിൽ നോക്കുമ്പോഴേക്കും നമ്മൾ തമ്മിൽ ഒരു ഡീൽ ഇല്ലായിരുന്നോ, നീ നല്ല രീതിക്ക് ഭക്ഷണം ഉണ്ടാക്കിയാല് നിന്നെ ഞാൻ ഇവിടെ നിന്ന് റിലീസ് ചെയ്യാന്ന്, എന്റെ വാക്ക് ഞാൻ പാലിക്കാണ്, ഇവിടെ നിന്ന് പൊക്കോളാനായി ഗവർണർ പറയുമ്പോൾ ജിയങ്ങും ഗിൽഗുവും രണ്ടാമതൊന്നും ചിന്തിക്കാതെ അവിടെ നിന്ന് എസ്കേപ്പ് ആയി പോകുന്നു. അങ്ങനെ പിന്നീട് ഹിയോൺ ഇരിക്കുന്ന മുറിയിലേക്ക് എത്തുന്ന സോങ് ആണ് ജിയങ്ങും കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടിയും എസ്കേപ്പ് ആയി പോയെന്ന കാര്യം ഹിയോണിനെ അറിയിക്കുന്നത്. അത് കേട്ടപാടെ ഹിയോൺ ആകെപ്പാടെ ടെൻഷനിലാവുന്നുണ്ട്. കാരണം അവനത് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. ഇവരെ രണ്ടുപേരെയും പിടികൂടി കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകണം, ജിയങ്ങിനെ കൊണ്ട് തനിക്ക് ഇനിയും കുറെ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കണം എന്നതായിരുന്നു ഹിയോണിന് വേണ്ട. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് കണ്ടെത്താനായി ഉത്തരവിടുന്നു. അപ്പോഴേക്കും രക്ഷപ്പെട്ട് കാട്ടിലൂടെ നടക്കുന്ന ടീം ജിയങ് ഗിൽഗുനോട് അവളുടെ ഫാമിലിയെ പറ്റി തിരക്കുന്നുണ്ട്. എനിക്ക് ഫാമിലി എന്ന് പറയാൻ അങ്ങനെ ആരുമില്ല. എന്റെ അച്ഛൻ എന്റെ കുട്ടിക്കാലത്തെ രാജകൊട്ടാരത്തിലേക്ക് എന്തോ ഒരു ജോലിക്ക് വേണ്ടി പോയതാ, പിന്നെ മടങ്ങി വന്നിട്ടില്ല. അച്ഛനെ പറ്റി ഒരു വിവരം ഇല്ലാണ്ടായപ്പോ അമ്മ അച്ഛൻ അന്വേഷിച്ച് ഇറങ്ങിയതുമാണ്. പക്ഷെ പിന്നീട് അമ്മ മരിച്ചു എന്നാണ് ഞാൻ അറിഞ്ഞത്. ആരൊക്കെയോ അമ്മയെ ഉപദ്രവിച്ചു കൊന്നു. അങ്ങനെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട് ഞാൻ ഒറ്റയ്ക്കായി. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ ജീവിക്കുന്നു, ഇപ്പോഴും ഇങ്ങനെ ജീവിക്കുന്നു എന്ന് ഗിൽഗു പറയുമ്പോ ഗിൽഗുന്റെ കഥ കേട്ട് സങ്കടം തോന്നുന്ന ജിയങ് ഇനി മുതൽ നീ ഒറ്റയ്ക്കല്ല, നിന്റെ കൂടെ ഞാനുണ്ട്. ഞാൻ ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് എന്റെ കാലഘട്ടത്തേക്ക് പോകുമ്പോ വേണമെങ്കിൽ നീയും വന്നോ, നമുക്ക് ഒന്നിച്ചു പോകാന്ന് ജിയങ് പറയുമ്പോ അങ്ങനെ എനിക്ക് വരാൻ പറ്റുമോ, അങ്ങനെ എന്നെ കൊണ്ടാൻ പറ്റുമോ എന്നൊക്കെ ഗിൽഗു വളരെ എക്സൈറ്റഡ് ആവുന്നു. പിന്നെന്താ, അങ്ങനെ പോകാൻ പറ്റില്ല എന്നൊന്നും ഇല്ലല്ലോ, ഞാൻ പോകുമ്പോ നീയും എന്റെ കൂടെ വാ. പക്ഷെ ആദ്യം നമുക്ക് ആ ബാഗ് കണ്ടെത്തണം, അതിൽ നിന്ന് നമുക്ക് ആ ബുക്ക് എടുക്കണമെന്നും പറഞ്ഞ് അങ്ങനെ അവർ മലമുകളിൽ എത്തുന്നു. അങ്ങനെ മലമുകളിൽ നിന്ന് തന്റെ കളഞ്ഞുപോയ ബാഗ് ജിയങ് അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ഗിൽഗു പെട്ടെന്ന് ജിയങ്ങിനോട് ദേ നോക്ക് നോക്ക് എന്നിങ്ങനെ വെപ്രാളത്തിൽ പറയുമ്പോഴാണ് ജിയങ് തിരിഞ്ഞു നോക്കുമ്പോൾ തൊട്ടടുത്ത് ഹിയോണിനെ കാണുന്നത്. അവൾ ആകെ പേടിച്ചു പോന്നു. ഹിയോൺ ജിയങ് രക്ഷപ്പെട്ടു പോയ കാര്യം അറിഞ്ഞ് അവളെ അന്വേഷിച്ച് ഗാർഡ്സുമായി എത്തിയിരിക്കുകയാണ്. ആകെ പേടിച്ചവൾ മലമുകളിൽ നിന്ന് വീണ്ടും താഴേക്ക് വീഴുവെന്ന അവസ്ഥയാവുമ്പോഴേക്കും വീഴാതെ ഹിയോൺ അവളെ തടയുന്നുണ്ട്. ഈ സമയം അവളുടെ തലമുടിയിൽ ഒരു പൂവിതളിങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു. ഹിയോൺ അത് എടുത്തു മാറ്റുമ്പോഴും എന്നെ വെറുതെ വിട്, എന്നെ ഒന്നും ചെയ്യില്ല, എന്നെ കൊല്ലല്ലേ എന്നൊക്കെ പറഞ്ഞ് ജിയങ് ആകെ പതറുമ്പോ ഞാൻ എല്ലാ സത്യവും തുറന്നു പറയാം, എന്നെ ഒന്നും ചെയ്യരുത് പ്ലീസ് എന്നൊക്കെ പറഞ്ഞ് കരയുന്ന അവളുടെ ആ മുഖഭാവം ഒക്കെ കണ്ട് ഹിയോണിന് ചിരി വരുന്നുണ്ട്. എന്താ പറയാനുള്ളതെന്ന് അവൻ കുറച്ച് ഗൗരവത്തെ ചോദിക്കുമ്പോ എന്റെ ബാഗ് ഇവിടെ കളഞ്ഞു പോയിരുന്നു, ഓർമ്മയില്ല രാവിലെ അമ്പ ഇതെന്റെ കയ്യിൽ നിന്ന്
ബാഗ് തട്ടിത്തെറിപ്പിച്ച് താഴെ ഇട്ടത്. ആ ബാഗ് എടുക്കാൻ വേണ്ടി ഞാൻ വന്നേന്ന് അവൾ പറയുന്ന ടീം അത്രേ ഉള്ളോ, ഞാനിപ്പോ എടുപ്പിച്ചു തരാന്ന് പറഞ്ഞ് തന്റെ ഗാർഡ്സിനോട് ആ ബാഗ് എടുത്തു കൊടുക്കാനായി ഹിയോൺ ഉത്തരവിടുമ്പോഴേക്കും അവർ അത് കണ്ടുപിടിച്ച് എടുത്തു കൊടുക്കുന്നുണ്ട്. പക്ഷെ നേരിട്ടത് ജിയങ്ങിന്റെ കയ്യിലേക്ക് ഹിയോൺ നൽകുന്നില്ല. ഗാർഡ്സിന്റെ കയ്യിൽ നിന്ന് ആ ബാഗ് വാങ്ങുന്നവൻ അല്ല, ഇതിനകത്ത് ഇത്ര അത്യാവശ്യത്തിൽ എന്താ ഉള്ളത്, ഈ ഒരു പാതിരാത്രി ഇത് തിരക്കി നീ ഇവിടെ വരാൻ മാത്രം എന്താ അതിലുള്ളതെന്ന് അവൻ ചോദിക്കുമ്പോ ഇതിനകത്തൊരു പഴയ റെസിപ്പി ബുക്ക് ഉണ്ട്, അതുണ്ടെങ്കിലേ എനിക്ക് എന്റെ നാട്ടിലേക്ക് തിരിച്ചു പോകാനാവൂ, എനിക്കത് വേണമെന്നും പറഞ്ഞ് അവൾ ആ ബുക്ക് കിട്ടാൻ വേണ്ടി എക്സൈറ്റഡ് ആവുമ്പോഴേക്കും ഓഹോ അപ്പോ നീ ഭക്ഷണം ഉണ്ടാക്കി തരണമെന്ന് ഞാൻ പറഞ്ഞ കാര്യം കേൾക്കാതെ മടങ്ങി പോകാനായിട്ടുള്ള പരിശ്രമത്തിലായിരുന്നല്ലേ, എങ്കിൽ പിന്നെ നീ പോയത് തന്നെ, ഈ ബുക്ക് നിനക്ക് കിട്ടാനേ പോകുന്നില്ല എന്ന് അവന് ദേഷ്യം വരുന്നു. ആ ദേഷ്യത്തിന്റെ പുറത്ത് അവളെ ഇനി അവനെ വിട്ട് പോവാതെ ഇരിക്കണം എന്ന ആ ഒരു കാര്യത്തിന് വേണ്ടി ആ ബാഗ് എടുത്ത് വീണ്ടും ആ മലമുകളിൽ നിന്ന് എറിയുന്നുണ്ട്. ഇനി അത് അവൾക്ക് കിട്ടാതിരിക്കാനേ, പ്ലീസ് എനിക്ക് ആ ബുക്ക് വേണം, പ്ലീസ് അതെനിക്ക് ഒന്ന് താ, എന്ത് പറഞ്ഞാലും ഞാൻ ഉണ്ടാക്കി തരാന്ന് പറഞ്ഞ് ഹിയോന്റെ അടുത്ത് ജിയങ് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ആദ്യം ആ ബുക്ക് എടുത്തു കൊടുത്തിട്ട് പിന്നെ അവളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യിപ്പിക്കാം എന്ന കാര്യത്തിന് ജിയങ് പറഞ്ഞ കണക്ക് ഹിയോൺ തയ്യാറാവുന്നേ ഇല്ല. അവനാകട്ടെ ആദ്യം നീ ഞാൻ പറയുന്നൊക്കെ കേക്ക്, എന്നിട്ട് ബുക്ക് എടുത്തു തരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാവുന്ന മട്ടിലാണ് അവളോട് മറുപടി പറയുന്നത്. അങ്ങനെ ജിയങ് ഇവിടെ ആകെ പെട്ടുപോയിരിക്കുന്നു. എന്ത് പറഞ്ഞാലും കേട്ടിരിക്കണമെന്ന് ഒരുമാതിരി വല്ലാത്ത രീതിയിലാണ് ഹിയോൺ അവിടെ സംസാരിക്കുന്നത്. എന്തായാലും പിന്നീട് നമ്മൾ കാണുന്നത് ജിയങ്ങിനെയും ഗിൽഗുവിനെയും കൊട്ടാരത്തിലേക്ക് വീണ്ടും പിടിച്ചു കെട്ടി കൊണ്ടുപോകുന്ന കാഴ്ചയാണ്. ഈ സമയത്തെല്ലാം ജിയങ്ങിന് ഇരിക്കപ്പുറതേയില്ല. ഫുഡ് ഉണ്ടാക്കാനല്ലാതെ മറ്റെന്തെങ്കിലും മോശമായ രീതിയിൽ അയാൾ പെരുമാറാൻ നോക്കിയാ നല്ല പണി കൊടുത്തേക്കണം, എങ്ങനെയെങ്കിലും നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണമെന്നല്ല ജിയങ് ഗിൽഗുവുമായി ഡിസ്കസ് ചെയ്യുന്നു. എന്റെ കയ്യിലെങ്ങാനും തോക്കുണ്ടായിരുന്നെങ്കിൽ ഒരു വെടിക്ക് ഞാൻ തീർത്തേനെ എന്ന് പറഞ്ഞ് ആ നാട്ടിൽ ആ സമയത്ത് തോക്കൊന്നും കണ്ടുപിടിച്ചിട്ടില്ലല്ലോ, അത് പിന്നെ വർഷങ്ങൾ കഴിഞ്ഞ് കണ്ടുപിടിച്ച ഒരു ആയുധമാണ്. എന്നിരുന്നാലും ഒരു തോക്കുണ്ടായിരുന്നെങ്കിൽ എല്ലാ കാര്യങ്ങളും ഞാൻ ഇപ്പൊ സോൾവ് ചെയ്ത് ഇവിടെ നിന്ന് പോയെന്ന് മട്ടില് തനിക്ക് ആ ബുക്ക് തരാതെ ബാഗ് വലിച്ചെറിഞ്ഞ ഹിയോണിനോടുള്ള ദേഷ്യത്തിന് അവനെ വെടിവെക്കുന്ന കണക്ക് കൈവിരലുകൾ ഒരു തോക്ക് പോലെ മാറ്റി ജിയങ് അവിടെ ഒരു ആക്ഷൻ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ടീം ഇത് കേട്ടിട്ടാണോ എന്ന് അറിഞ്ഞൂടെ. എന്തായാലും മുൻപിലായി കുതിരപ്പുറത്ത് പോവുകയായിരുന്ന ഹിയോണും തിരിച്ച് കൈകൊണ്ട് ഒരു ആക്ഷൻ ജിയങ്ങിനെ കാണിക്കുന്നുണ്ട്. ഏതാണ്ട് തോക്ക് ചൂണ്ടുന്ന കണക്ക് തന്നെയാണ് ആ ആക്ഷൻ കണ്ട് അവൾക്ക് തോന്നുന്നത്. ഇവനും തോക്കിനെ പറ്റിയൊക്കെ അറിയാവുന്ന ഹിയോൺ ആ കാണിക്കുന്ന കണ്ട് ജിയങ് ആകെ അന്തം വിട്ടു പോന്നു. ഇവിടെ ഇങ്ങനെ കാര്യങ്ങൾ നടക്കുന്ന സമയം തന്നെ കൊട്ടാരം നമ്മൾ കാണുമ്പോൾ അവിടെ മോക്ജുവിന്റെ മടിയിൽ കിടക്കുകയാണ് ജേസൺ. എങ്ങനെയും ഹിയോന്റെ രാജപദവി തട്ടിയെടുത്ത് തനിക്ക് രാജാവായി മാറണം എന്നതാണ് ജേസന്റെ ചിന്ത. അതിനുവേണ്ടിയാണ് ജേസൺ ഹിയോണിലേക്കുള്ള എളുപ്പവഴി എന്ന രീതിയിൽ പണ്ട് ജയിലിൽ കിടന്നിരുന്ന മോക്ജുവിനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്ന് ഇപ്പൊ അവിടുത്തെ ഒരു ഓൾ ഇൻ ഓൾ ആയി, പ്രത്യേകിച്ച് ഹിയോന്റെ കാര്യത്തിൽ ഹിയോണുമായി എപ്പോഴും സംസാരിക്കാനും ഇടപെടാനും സാധിക്കുന്ന ഒരാളാക്കി മാറ്റിയിരിക്കുന്നത്. പക്ഷെ നൈസായി ജേസൺ മോക്ജുവായിട്ടുള്ള ബന്ധവും മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. എന്തായാലും ആ ഒരു ടൈം പ്രത്യേകമായി ഹിയോൺ ഇപ്പൊ കൊട്ടാരത്തിലേക്ക് മടങ്ങി വന്നുകൊണ്ടിരിക്കുകയാണെന്നും അവൻ മടങ്ങി വന്ന് അവൻ രാജ്യകാര്യങ്ങളിൽ വലിയ ശ്രദ്ധ കൊടുക്കാത്ത രീതിയിൽ നീ അവന്റെ മനസ്സിനെ എപ്പോഴും ഡൈവേർട്ട് ചെയ്തുകൊണ്ടേയിരിക്കണം, സ്ത്രീ വിഷയത്തിലും ഒപ്പം തന്നെ അവന്റെ അമ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട് പ്രതികാരം വീട്ടണോ എന്ന കാര്യത്തിലൊക്കെ അവന്റെ ശ്രദ്ധ തിരിച്ചുകൊണ്ടേ ഇരിക്കണമെന്ന് ജേസൺ മോക്ജുവിനോട് പറയുന്നു. ഒപ്പം തന്നെ ഹിയോണിനെ വധിക്കാനായി മലമുകളിൽ വെച്ച് താൻ വിട്ട ആളുകൾ ഒന്ന് ശ്രമിച്ചുവെന്നും പക്ഷെ ജസ്റ്റ് മിസ്സിന് ഹിയോൺ രക്ഷപ്പെട്ടെന്നും അല്ലെങ്കിൽ എല്ലാം ഇപ്പോഴേ തന്റെ കൈപ്പിടിയിലായിരുന്നേനെന്നും നിരാശയോടുകൂടിയും അയാൾ ഓർക്കുന്നുണ്ട്. എന്തായാലും അപ്പോഴേക്കും കൊട്ടാരത്തിന്റെ അടുത്തേക്ക് ഹിയോണും ജിയങ്ങും ഒക്കെ എത്താറായിട്ടുണ്ട്. ഈ ടീം വഴിയരികിൽ വെച്ച് കുറച്ച് പിള്ളേര് ജിയങ്ങിന് നേരെ കല്ലൊക്കെ എടുത്തെറിയുമ്പോൾ അവൾ അവരോട് ഷൗട്ട് ചെയ്യുമ്പോഴേക്കും ഗാർഡ്സ് അവരെ ഓടിച്ചു വിടുന്നു. ഈ ടീം എല്ലാം ആക്ച്വലി തനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഈ ടൈം ട്രാവൽ എങ്കിൽ പോലും അതാണ് റിയാലിറ്റി. ഇനി അത് അക്സെപ്റ്റ് ചെയ്ത് എങ്ങനെയെങ്കിലും മുന്നോട്ട് പോയി ബാക്കി കാര്യങ്ങൾ എന്താണെന്ന് ചിന്തിച്ച് തീരുമാനിച്ച് പ്രവർത്തിച്ചാലേ കാര്യമുള്ളൂ എന്നല്ല അവൾ ഇങ്ങനെ മനസ്സിൽ ഓർത്തിരിക്കുമ്പോഴേക്കും ഹിയോണാകട്ടെ ഈ പിള്ളേർക്ക് എന്ത് ധൈര്യം ഉണ്ടെങ്കിൽ എന്റേതായ നിന്റെ മണ്ടയ്ക്കൊട്ട് കല്ലെടുത്തെറിയുന്ന മട്ടില് അവളോട് സംസാരിക്കുമ്പോൾ അവന്റെ ആ വർത്തമാനത്തിൽ വീണ്ടും അവൾക്കൊരു ഡൗട്ട്, എന്റേതോ ഏതർത്ഥത്തിൽ അത് പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ ജസ്റ്റ് ഫുഡ് കുക്ക് ചെയ്യാൻ മാത്രമല്ല എല്ലാ രീതിയിലും എന്റേതാണെന്ന മട്ടില് അവൻ ഒരുമാതിരി മൊന വെച്ച് സംസാരിക്കുമ്പോൾ ഓൾറെഡി ഈ കാലഘട്ടത്തിൽ ഇതുപോലെ രാജാവിന്റെ സന്താനങ്ങളെ പ്രസവിക്കാനായി പെൺകുട്ടികളെ പിടിച്ചുകൊണ്ട് പോവാറുണ്ടല്ലോ എന്ന ഒരു കാര്യം മുന്നേ വായിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പൊ അത് നേരിട്ട് കണ്ട് മനസ്സിലാക്കിയിരിക്കുന്ന ജിയങ്ങിന് ആകെ പേടിയാവുന്നുണ്ട്. അവളങ്ങനെ ആകെ പേടിച്ച് വിറച്ചിരിക്കുമ്പോഴേക്കും കൊട്ടാരത്തിന്റെ അവിടേക്ക് ഇവർ എത്തുമ്പോൾ ഹിയോണിനെ സ്വാഗതം ചെയ്യാനായി മോക്ജു ഓടി ചെല്ലുന്നു. അവർക്കിടയിൽ ആ ഒരു അടുപ്പം കാണുമ്പോൾ തന്നെ ഇവർ വളരെ ക്ലോസ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ മോക്ജുവിനെ വേഗം തന്നെ ജിയങ്ങിനെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഹിയോൺ ഇത് എന്റെ പുതിയ കുക്കാണ്, മറ്റേത് ആളുടെ അസിസ്റ്റന്റ് ആണെന്നൊക്കെ പറഞ്ഞു ഹിയോൺ സംസാരിക്കുമ്പോൾ ജിയങ്ങിനെ ഏതാണ്ട് ഒരു വളരെ ഇഷ്ടക്കേടോടുകൂടിയാണ് മോക്ജു നോക്കുന്നത്. ആ ഒരു നോട്ടം കാണുമ്പോൾ ഇവരെന്തിനാ എന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നതെന്ന് ആലോചിക്കുന്ന ജിയങ്ങിന് മോക്ജു എന്ന പേര് കേൾക്കുമ്പോൾ ഹിസ്റ്ററിയിൽ വായിച്ച ചില കാര്യങ്ങൾ ഓർമ്മ വരുന്നു. ഹിയോൺ എന്ന രാജാവിന്റെ വലങ്കയായി ആളെ പാവ കണക്ക് കൈവെള്ളയിൽ ഇട്ടുകൊണ്ട് നടന്നിരുന്ന ആളുടെ ഒരു കോൺക്യുബൈൻ, അതായത് ഒരു തോഴി എന്ന് പറയാം, അങ്ങനെ ഒരു ലേഡി ഉണ്ടായിരുന്നു, അവരുടെ പേര് മോക്ജു എന്നാണ് എന്നൊക്കെ ഇങ്ങനെ ഹിസ്റ്ററിയിൽ വായിച്ച കാര്യങ്ങൾ ഓർക്കുന്ന ജിയങ് അപ്പോൾ ഈ മോക്ജു തന്നെ ഈ നോക്കുന്ന നോട്ടം കണ്ടിട്ട് അവർക്ക് താൻ ഹിയോണിന്റെ കൂടെ വന്നത് തീരെ ഇഷ്ടപ്പെട്ടില്ല എന്ന്, ഒരു അവസരം കിട്ടിയാൽ തനിക്കിട്ട് നല്ല പണി തരാനായി സാധ്യതയുണ്ട്, ഓ എന്റെ ശത്രുക്കളുടെ എണ്ണം ഇവിടെ ഇപ്പൊ കൂടി വരികയാണല്ലോ എന്നൊക്കെ ആകെ ആദ്യം ഓടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മോക്ജുവിന്റെ കണ്ണിലേക്ക് നോക്കാതെ മുഖം വെട്ടിച്ചിങ്ങനെ ജിയങ് ഇരിക്കുമ്പോഴേക്കും
അവളെ താടിയിൽ ഇങ്ങനെ പിടിച്ച് കൊഞ്ചിച്ചുകൊണ്ട് ഇവള് നല്ല കുക്കാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് ഹിയോൺ ഒരുമാതിരി സംസാരിക്കുമ്പോ അത് കേട്ട് മോക്ജുവിന്റെ നോട്ടവും കണ്ട് ജിയങ്ങിന്റെ നല്ല ജീവൻ അങ്ങ് പോകുന്നു. എന്തായാലും ജിയങ് മനസ്സിൽ കരുതുന്ന കണക്ക് തന്നെയായിരുന്നു മോക്ജുവിന്റെ ആറ്റിറ്റ്യൂഡ്. സാധാരണ ഒരു പെണ്ണുങ്ങളോടും ഇങ്ങനെ ഒരു അടുപ്പം ഹിയോൺ കാണിക്കുന്നതല്ലോ. ഇതെന്ത് ഇവളോട് ഇത്രയും കാര്യമായിട്ടൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നത്, എന്നോടല്ലാതെ മറ്റാരോടും ഇങ്ങനെ കാര്യമായി സംസാരിക്കുന്നത് ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്നെല്ലാം മോക്ജു ആകെ പല്ല് കടിച്ച് അങ്ങനെ നിൽക്കാണ്. എന്തായാലും ആകെ ആദ്യ കയറുന്ന ജിയങ് ആകട്ടെ എവിടേക്കാ ഞങ്ങളെ കൊണ്ടുപോകുന്നത്, എനിക്കാകെ പേടിയായിട്ട് വയ്യ, പറ എവിടേക്ക് കൊണ്ടുവന്ന് കൊല്ലം കൊണ്ടുപോകണമെന്നൊക്കെ ചോദിച്ച് ബഹളം വെക്കുമ്പോ പേടിക്കേണ്ടതേ എല്ലാം ഇപ്പൊ മനസ്സിലാവും പറഞ്ഞ് ഹിയോൺ ആകട്ടെ ബഹളം വെക്കുന്ന ജിയങ്ങിന്റെ കണ്ണ് മൂടി കെട്ടുന്നുണ്ട്. അവളിങ്ങനെ ഓരോന്നും കാണുന്നതുകൊണ്ടാണല്ലോ ഓരോന്ന് പുലമ്പി ബഹളം വെക്കുന്നത്, ഒന്നും കാണാതിരുന്ന ഒന്ന് അടങ്ങും എന്ന രീതിക്ക്. അങ്ങനെ ഇപ്പോ ടൈം ട്രാവൽ ചെയ്ത് 500 വർഷങ്ങൾ പുറകിലേക്ക് എത്തിയ ജിയങ് ഹിയോന്റെ കസ്റ്റഡിയിലായിരിക്കാണ് കംപ്ലീറ്റ് ആയി. ശേഷം എന്താണ് അവൾക്ക് സംഭവിക്കുക എന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണം. വീണ്ടും പുതിയൊരു എപ്പിസോഡുമായി കണ്ടുമുട്ടും വരെ ബൈ.